ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് വരുന്നത് ഇത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് സാധാരണ എക്സാം ചോദിക്കുന്നത് ഇതേപോലെ ഈ 11 യൂണിറ്റ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 11 യൂണിറ്റിനകത്ത് ഏതെങ്കിലും ഒരു യൂണിറ്റിനകത്ത് ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനെ പറ്റി ആയിരിക്കാം, പിന്നെ നമുക്ക് കോപ്പി റൈറ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അപ്പൊ അതേപ്പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദിക്കാറ്. പിന്നത് ചോദിച്ചൊന്നും നമുക്ക് ഒരിക്കലും predict ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അന്നപ്പം ഇതെല്ലാം ഒന്ന് നമുക്ക് നോക്കി പോണം ഓരോ യൂണിറ്റുകൾ. പിന്നെ ഇതിനകത്ത് ഗ്രാമർ പറയുന്നുണ്ട്, അതായത് നമ്മുടെ എന്താ പ്രസന്റ് ടെൻസുകൾ പറയുന്നുണ്ട്, അതേപോലെ തന്നെ മോഡൽസ് പറയുന്നുണ്ട്, പിന്നെ കണക്റ്റീവ്സ് പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഗ്രാമർ സൈഡും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഗ്രാമർ ചോദിക്കുക, അതായത് സെന്റൻസ് മേക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താ കണക്റ്റീവ്സ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാരഗ്രാഫ് വന്നിട്ട് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മോഡൽ ആയിരിക്കും വരുന്നത് ക്വസ്റ്റ്യന്. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് ഈ ഇത്രയും ഈ 11 യൂണിറ്റിനകത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്കും ആയിരിക്കും എക്സാമിന് സാധാരണ ഇതുവരെ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ലെറ്റർ പ്രിപ്പറേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പം അതേപോലെയുള്ള മോഡൽസ് ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്കിതെല്ലാം എല്ലാ യൂണിറ്റ് നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം. അപ്പൊ ആ കൂട്ടത്തിൽ ഗ്രാമർ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ആദ്യം ഇവിടെ പറയുന്നുണ്ട് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഇതുണ്ട്, ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ഡിക്ഷണറി ഡെഫിനിഷൻ ഈസ് ടു എക്സ്ചേഞ്ച് ഓർ മേക്ക് നോൺ ബൈ സ്പീച്ച്, റൈറ്റിംഗ് ഓർ അതർ മീൻസ് ടു ട്രാൻസ്മിറ്റ്. അപ്പൊ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ദാൻ ജസ്റ്റ് മെസ്സേജിങ് ഓർ സ്വാപ്പിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്? നമ്മൾ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുമായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്ക് ഫേസ് ടു ഫേസ് വരാം, അല്ലെ എന്താ ഫോണിങ് വരാം, അങ്ങനെ പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇതുണ്ട്. ഫേസ് ടു ഫേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷനോ, ടോണ്, ബോഡി ലാംഗ്വേജ്, പിന്നെ റിസീവറുടെ പേഷ്യൻസ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഷോർട്ട് ആയിട്ട് എന്താണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഡെഫിനിഷൻ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ്, തോട്ട്സ് ഓർ മെസ്സേജസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. കമ്മ്യൂണിക്കേഷന് ഡെഫിനിഷൻ വരുന്നത്. ഈ കമ്മ്യൂണിക്കേഷനകത്ത് പല കമ്പോണൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? സെന്റർ ഉണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്റർ, അതിന് നമുക്ക് സെന്റർ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താ ഉള്ളത് അതിനകത്ത്? മെസ്സേജ് ഉണ്ട്. പിന്നെന്താണ്? ചാനൽ, അതായത് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയം, അതിനാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. പിന്നെ റിസീവർ ഉണ്ടായിരിക്കും. അത്രയാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് ഫീഡ്ബാക്കും കോണ്ടെക്സ്റ്റും. ഇത്രയാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് കമ്മ്യൂണിക്കേഷന്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് വരുന്നത് സെന്റർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക് ആൻഡ് കണ്ടന്റ് ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതിന്റെ ഒരു ഡയഗ്രം ഒക്കെ തന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷന്റെ. ഇതാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ട് ഡയഗ്രം തന്നിരിക്കുന്നത്. സെന്റർ, എൻകോഡർ, റൈറ്റർ, സ്പീക്കർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ആ മെസ്സേജ് എന്ന് പറയുന്നത് കൊടുക്കുന്നു. അപ്പൊ ആ മെസ്സേജ് കൊടുക്കുമ്പോൾ എന്താ ഡയറക്ടർ ഫോർമാറ്റിലാണ് അത് പോകുന്നത്, എൻകോഡിംഗ് ഫോർമാറ്റ്, അതായത് കോഡഡ് ഫോർമാറ്റിലായിരിക്കും അത് നെറ്റ്വർക്കിൽ കൂടെ പോകുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്തിട്ടായിരിക്കും റിസീവർ സൈഡിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രോസസ്. ആ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ സെന്റർ, എൻകോഡർ, റൈറ്റർ, സ്പീക്കർ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അയാളാണ് മെസ്സേജിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റിസീവർ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പം ഈ സെന്റർക്കും റിസീവർക്കും ഇടയിലാണ് എന്തൊക്കെ നടക്കുന്നുണ്ട്? എൻകോഡിംഗ് ഉണ്ട്, പിന്നെന്താണ്? ഡീകോഡിംഗ് ഉണ്ട്. അപ്പൊ എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എന്ത് ഫോർമാറ്റിലായിരിക്കും പോകുന്നത്? കോഡഡ് ഫോർമാറ്റിലായിരിക്കും റിസീവർ സൈഡിലേക്ക് പോകുന്നത്. അപ്പൊ ആ കോഡഡ് ഫോർമാറ്റിനെ റിസീവർ സൈഡിലേക്ക് ചെല്ലുന്നതിന് മുൻപേ എന്ത് ഫോർമാറ്റിലാക്കണം? നമ്മുടെ പഴയ രൂപത്തിലാക്കണം. നമ്മൾ കൊടുത്ത അതേ മെസ്സേജിനെ നമ്മൾ ആ പഴയ മെസ്സേജ് ഫോർമാറ്റിലേക്ക് ആക്കണം. അപ്പൊ അതാണ് ഡീകോഡ് ചെയ്യുന്നത്. ഡീകോഡ് ചെയ്തിട്ടായിരിക്കും എവിടെ എത്തുന്നത്? റിസീവർ സൈഡിൽ എത്തുന്നത്.
അപ്പൊ അതാണ് ഈ ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് കമ്പോണൻസ് വരുന്നത് എന്നൊക്കെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടു. 2 പേഴ്സൺ ഉണ്ട്. അപ്പൊ ആ 2 പേഴ്സൺസിന് അഡ്രസ്സർ അല്ലെങ്കിൽ അഡ്രസ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് ടോപ്പിക് ഉണ്ടായിരിക്കും, പിന്നെന്താണ് ചാനൽ ഉണ്ട്, കോഡ് ഉണ്ട്, മെസ്സേജ് ഫോം ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്. കണ്ടോ തന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷനകത്ത് 2 പേഴ്സൺസ്, അതിനെയാണ് അഡ്രസ്സർ ഓർ അഡ്രസ്സി എന്ന് പറയുന്നത്. പിന്നെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ മെസ്സേജിന്റെ കണ്ടന്റ് ആയിരിക്കും വരുന്നത്. ചാനൽ എന്ന് പറഞ്ഞാലോ, ചാനൽ എന്ന് പറഞ്ഞാൽ മീഡിയം ത്രൂ വിച്ച് എ മെസ്സേജ് ട്രാവൽ. പിന്നെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, മെസ്സേജിന്റെ ലാംഗ്വേജ് എന്താണ് അതിനായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് കോഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മെസ്സേജ് ഫ്രം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ദ സെലക്ഷൻ ഓഫ് പർട്ടിക്കുലർ ഗ്രാമർ ആൻഡ് ലെക്സിക്കൽ ചോയ്സ് ഓഫ് ദി മെസ്സേജസ്. പിന്നെ ഇത് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സെറ്റിംഗ്സ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എലമെന്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് കൂടാതെ നമ്മൾ ഇത് കോമൺ ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഇതുണ്ട് താഴെ ഡീകോഡറിന്റെ റോൾ എന്താണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻഡർ വരും, മെസ്സേജ് വരും, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക് ആൻഡ് കോണ്ടെക്സ്റ്റ് ആയിരിക്കും വരുന്നത്. അതിന്റെ സ്റ്റെപ്സ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. എൻകോഡ് ചെയ്യുക, ട്രാൻസ്മിഷൻ, അതൊക്കെ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെൻഡർ ക്രിയേറ്റ് ആൻഡ് ഓർഗനൈസ് ചെയ്ത മെസ്സേജ് ആയിരിക്കും. പിന്നെ എന്താണ്, കൺവേർട്ട് ഐഡിയാസ് ടു സിമ്പിൾസ്, അതായത് നമുക്ക് ലാംഗ്വേജോ ഇമേജസ് ഒക്കെ ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സെൻഡർ ആ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും. ഇതിലൂടെ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ, ഒരു ചാനലിൽ കൂടെ. അപ്പം ആ ചാനൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ചാനൽ ബി വെർബൽ, സ്പീച്ച്, ഫോൺ, അങ്ങനെ നോൺ വെർബൽ ആണെങ്കിൽ ബോഡി ലാംഗ്വേജ്, ഇമെയിൽ ആയിരിക്കും. വിഷ്വൽ ആണെന്നുണ്ടെങ്കിൽ ഇമേജസോ വീഡിയോസോ. അപ്പൊ ആ ചാനൽ എന്ന് പറയുന്നത് എന്തും ആകാം, ഇന്നത് എന്ന് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് ചിലപ്പം വെർബൽ ആകാം, നോൺ വെർബൽ ആകാം, വിഷ്വലും ആകാം. പിന്നെ റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ റിസീവ് ചെയ്ത മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ എന്നാ ചെയ്യും, ട്രാൻസ്ലേറ്റ് ഇൻ ടു ദ മീനിങ് ഇൻഫർമേഷൻസ് ആയിരിക്കും. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാലോ റിസീവർ റെസ്പോണ്ട് ടു ദ സെൻഡർ ആയിരിക്കും വരുന്നത്. പിന്നെ കോണ്ടെക്സ്റ്റ് വരുമ്പോഴേക്കും എന്തായിരിക്കും വരുന്നത്, എൻവയോൺമെന്റ് വരും, കൾച്ചർ, പിന്നെ അതേപോലെ തന്നെ സിറ്റുവേഷൻ, ഇൻഫ്ലുവൻസ്, കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ ആയിരിക്കും എന്തിനകത്ത് കോണ്ടെക്സ്റ്റിനകത്ത് വരുന്നത്. ഇതുണ്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആ വരുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, റിട്ടേൺ ഉണ്ട്, വിഷ്വൽ ഉണ്ട്. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നതാണ് നമ്മുടെ ഈ ഫേസ് ടു ഫേസും അതേപോലെ തന്നെ ഫോണും വീഡിയോ കോൺഫറൻസിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നോൺ വെർബലിനകത്താണെങ്കിലോ നമ്മുടെ എന്താ ബോഡി ലാംഗ്വേജ്, അതേപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ ഒക്കെ വെച്ച് തൊട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, അത് എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് ഇമെയിൽ, ടെക്സ്റ്റ്, ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇനി വിഷ്വൽ ആണെന്നുണ്ടെങ്കിലോ ഇമേജസ്, വീഡിയോസ്, ഗ്രാഫിക്സ് ഒക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് 2 ഫംഗ്ഷൻസ്, അതായത് മാക്രോ ഫംഗ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താ ഈ മാക്രോ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാക്രോ ഫംഗ്ഷൻസ്, അതായത് മാക്രോ ഫംഗ്ഷൻ രണ്ടായിട്ട് ഇവിടെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മാക്രോ ഫംഗ്ഷൻസിനകത്ത് ഇതുണ്ടോ, ഇമോട്ടീവ് ഫംഗ്ഷൻ ഉണ്ട്, ഡയറക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, ഫാക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, പോയിറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, റെഫറൻഷ്യൽ ഉണ്ട്, പിന്നെ മെറ്റാലിംഗ്വിസ്റ്റിക് ഉണ്ട്, കോണ്ടെക്സ്റ്റുവൽ ഫംഗ്ഷൻ. അപ്പൊ അത് ഓരോന്നും എന്താണെന്നുള്ള അവിടെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇമോട്ടീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇന്നർ സ്റ്റേറ്റ് ഓഫ് ഇമോഷൻസ്. അതായത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓ നോ എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ ഇമോട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സീക്കിംഗ് ടു അഫക്ട് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് എന്നായിരിക്കും പറയുന്നത്. അതായിരിക്കും നമ്മുടെ ഡയറക്റ്റീവ് ഫംഗ്ഷൻ വരുന്നത്. അതായത് ക്ലോസ് ദി ഡോർ പ്ലീസ്, അങ്ങനെ നമ്മൾ താഴ്മയോടെ ഒക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പൊ അത് ഇത്. പിന്നെ ഇത് ഫാക്റ്റീവ് ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, ഇത് ഓപ്പണിംഗ് ഇത് ചാനൽ ഓർ ചെക്കിംഗ് ദാറ്റ് ഇറ്റ് ഈസ് വർക്കിംഗ്. എക്സാമ്പിൾ, ഹലോ ഈസ് ദിസ് തോമസ് കുക്ക്, അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ല. അതായത് നമ്മളെ എന്താ ഇപ്പൊ ഫോൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആൾ അവിടെ ഉണ്ടോ, കേൾക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് സെന്റൻസ് വന്നിരിക്കുന്നുണ്ട്, ക്യാൻ യു ഹിയർ മീ മിസ്സസ് ഗുപ്ത എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത് ഫാക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പോയിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ, ദ പർട്ടിക്കുലർ ഫോം ചൂസൺ ഈസ് ദ എസൻസ് ഓഫ് ദി മെസ്സേജ്. ഇനി റെഫറൻഷ്യൽ ഫംഗ്ഷൻ വരുമ്പോൾ ടു ക്യാരി ഇൻഫർമേഷൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഇനി മെറ്റാലിംഗ്വിസ്റ്റിക് വരുമ്പോഴേക്കും എന്തായിരിക്കും, ഫോക്കസിങ് അറ്റൻഷൻ ഓൺ ദി കോഡ് ഇറ്റ് സെൽഫ്. അപ്പൊ ഇത് കണ്ടോ, വി യൂസ് ബോത്ത് വിൽ ഓർ ഷാൾ ഈസ് ടു കറക്റ്റ് ദ മോഡേൺ യൂസേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കോണ്ടെക്സ്റ്റുവൽ ഫംഗ്ഷൻ വരുമ്പോഴേക്കും ക്രിയേറ്റിംഗ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ എക്സാമ്പിൾ ഉണ്ട്, റൈറ്റ് ലെറ്റ് us start the meeting now.
അങ്ങനെ നമ്മൾ പറയുന്ന സെന്റൻസുകളൊക്കെ അല്ലേ, അതൊക്കെ എന്തിനകത്ത് വരുന്ന കോണ്ടെക്സ്റ്റൽ ഫംഗ്ഷനകത്തായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ 7 ടൈപ്പ് ഫംഗ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാണ് കേട്ടോ. അതായത് മാക്രോ ഫംഗ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം 7 ഫംഗ്ഷൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് വരുന്നത്? മോട്ടീവ് ഫംഗ്ഷൻ ഉണ്ട്, ഡയറക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, പാർട്ടിക് ഉണ്ട്, പോയിറ്റിക് ഉണ്ട്, റഫറൻഷ്യൽ, മെറ്റാലിംഗ്വിസ്റ്റിക് ആൻഡ് കോണ്ടെക്സ്റ്റൽ ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒന്ന് കോഡാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോഡിനകത്ത് എന്തുവാ പറയുന്നത്? that the addresser and addressee may not share the same language between them. The addresser is speaking in French and the addressee does not know the French. അപ്പൊ അതായത് കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് ആണെന്നുള്ളത്. അപ്പം അഡ്രസ്സറും അഡ്രസ്സിയും എന്തിനകത്ത് വരുന്നുണ്ട്? ഒരു കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും സെയിം ലാംഗ്വേജ് അല്ല ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇപ്പം ഇതൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് അഡ്രസ്സർ എന്ന് പറയുന്നത് ഫ്രഞ്ച് പറയുന്നു, പക്ഷേ എന്താണ് അഡ്രസ്സിക്ക് ഫ്രഞ്ച് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ കോഡ് എന്ന് പറയുന്ന ഒരു ബാരിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൊക്കാബുലറി പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഇത് മാർക്കറ്റ് ഡിക്ലൈൻ അണ്ടർ ദ പെർസിസ്റ്റന്റ് ബിയർ hammering. അതായത് one who not familiar with the vocabulary of the stock market may not understand what is mean. എന്താ വൊക്കാബുലറി നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ കൺസെപ്റ്റ് എന്നത് ടെക്നിക്കൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് കൺസെപ്റ്റ് മേ നോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ആയിരിക്കണം എന്നില്ല നെക്സ്റ്റ് പേഴ്സൺ അത് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റ് പ്രോബ്ലംസ് എന്തിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? കമ്മ്യൂണിക്കേഷനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ഷെയർഡ് അസംഷൻസ് ഉണ്ട്. പിന്നെ പ്രൊനൗൺസിയേഷന്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ എവിടെ ഉണ്ടാവാൻ ഇടയുള്ള പ്രോബ്ലംസ് ആണ്? കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് ആണ്. അതായത് ഒന്ന് കോഡ് ഉണ്ട്, പിന്നെ വൊക്കാബുലറി ഉണ്ട്, കൺസെപ്റ്റ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ട്, പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട എക്സ്പ്രഷൻ, ഫ്ലോ, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്പ്രഷനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന റിട്ടൺ ഉണ്ട്, ഓറൽ ഉണ്ട്, ഗസ്ട്രൽ ഉണ്ട്. പിന്നെ ഫ്ലോയ്ക്കകത്ത് വരുന്ന എന്താണ്? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വരുന്നുണ്ട്. റിലേഷൻഷിപ്പിനകത്ത് വരുന്നുണ്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വരുന്നുണ്ട്. അപ്പൊ റിട്ടൺ, ഓറൽ, ഗസ്ട്രൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം കമ്മ്യൂണിക്കേഷൻ വരുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്ന റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എന്തായിരിക്കും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അറിയാലോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇതുണ്ട്, കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ദ വേരിയസ് മീഡിയ സച്ച് ആസ് റൈറ്റിംഗ്, സ്പീച്ച്, ഗസ്റ്ററൽ ആൻഡ് ആക്ഷൻസ്. അപ്പൊ റിട്ടേൺ വേർഡ്സ് അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മൾ പിക്ചേഴ്സ് വഴിയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതെന്തിനകത്ത് വരും? റിട്ടേൺ അകത്ത് വരും. അതേപോലെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും വരുന്നത്? ടെലിഫോൺ. ഹലോ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇപ്പൊ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നമ്മൾ ഇൻഫർമേഷൻസും ഐഡിയാസും തോട്ട്സും ഒക്കെ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? നമ്മൾ റിട്ടേൺ ലാംഗ്വേജ് വഴിയായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓറൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും വരുന്നത്? സ്പോക്കൺ ലാംഗ്വേജ് ആയിരിക്കും വരുന്നത്. ഇനി അതേപോലെ തന്നെ ഗസ്റ്ററിൽ വരുമ്പോഴേക്കും എങ്ങനെ ആയിരിക്കും വരിക?
അതിനകത്ത് എങ്ങനെയായിരിക്കും വരുന്നത് ഗസ്ട്രലിനകത്ത്? അതായത് നമ്മുടെ മൂവ്മെന്റ്, ഫിസിക്കൽ മൂവ്മെന്റ് വരത്തില്ല. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗസ്ട്രൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ താഴെ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ്. ഇതുണ്ട് ഇവിടെ, ഇതുണ്ട്. എക്സ്പ്രഷൻ ത്രൂ ദ ബോഡി ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഗസ്ട്രൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഓരലും റിട്ടേൺ നിങ്ങൾക്ക് അറിയാമല്ലോ. റിട്ടേൺ വരുമ്പോൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ എന്തോ തോട്ട്സും നോളജും അതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഓറൽ വരുമ്പോൾ നമ്മൾ സ്പീക്കിംഗ് വഴി ആയിരിക്കും വരുന്നത്. ഗസ്ട്രൽ വരുമ്പോഴേക്കും എന്തായിരിക്കും, ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അത് അത്രയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ആദ്യം പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പൊ എക്സ്പ്രഷനകത്ത് വന്നിരിക്കുന്ന 3 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, റിട്ടേൺ ഉണ്ട്, ഓറൽ ഉണ്ട്, ഗസ്ട്രൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഫ്ലോയ. അതിനകത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വരുന്നുണ്ട്. അപ്പൊ ഇന്റേണലിനകത്ത് ഹൊറിസോണ്ടലും വരുന്നുണ്ട്, വെർട്ടിക്കലും വരുന്നുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് വരുമ്പോഴേക്കും അതിനകത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വരുന്നുണ്ട്. ഇതാണ്ട് ഇവിടെ പറയുന്നുണ്ട് ഡൗൺവേർഡ്, അപ്വേർഡ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എന്തുവാണെന്നുള്ളത് കേട്ടോ. ഇവിടെ എക്സാമ്പിൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. കമ്പനീസ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഔട്ട്സൈഡ് ഏജൻസീസ് ആൻഡ് അതർ കമ്പനീസ്, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ബോഡീസ്, ന്യൂസ് പേപ്പേഴ്സ്, അഡ്വർടൈസേഴ്സ്, മാനുഫാക്ചേഴ്സ് ഓഫ് മെഷീനറി, ബിൽഡേഴ്സ്, സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്ലയന്റ് ആൻഡ് കസ്റ്റമേഴ്സ്, എക്സെട്ര. ബട്ട് ദർ ഈസ് ഓൾസോ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്തിൻ ദ കമ്പനി ഇറ്റ്സെൽഫ്. എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ superior and a subordinate, that is from higher to lower level authority, is known as a downward communication. കണ്ടോ, downward communication എന്തുവാണെന്നുള്ള. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഡൗൺവേർഡ് വരുന്നത്. അപ്പം അപ്വേർഡ് വരുമ്പോഴേക്കും എങ്ങനെ ആയിരിക്കും വരുന്നത്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അതായത് സബോർഡിനേറ്റ് ടു സുപ്പീരിയർ ആയിരിക്കും അവിടെ നടക്കുന്നത്. പിന്നെ the communication between officers working at the same level management is called horizontal or lateral communication. അതായത് horizontal അല്ലെ lateral communication എന്ന സെയിം ലെവലിലുള്ള ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കേട്ടോ. ഇതുണ്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അതായത് കമ്മ്യൂണിക്കേഷൻ ഡൺ ത്രൂ എ ചെയിൻ ഓഫ് കമാൻഡ്, അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പം ഈ ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫോർമൽ മീഡിയത്തിലായിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഇൻഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഫോർമൽ ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായിരിക്കും ഇൻഫോർമലിനകത്ത്. അതായത് അവിടെ എന്താ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, അതായിരിക്കും എന്തിനകത്ത് വരിക, ഇൻഫോർമലിനകത്ത് വരിക. അതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ഫോളോ ത്രൂ ദ ഒഫീഷ്യൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ആ ഫേസ് ടു ഫേസ്, അത് നമ്മൾ കണ്ട തൊട്ട് മുന്നേ കണ്ട ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫേസ് ടു ഫേസ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരാളുടെ, അതായത് നെക്സ്റ്റ് നമുക്ക് അപ്പൊ അഡ്രസ്സറും ഒരു അഡ്രസ്സിയും വരികയല്ലോ. അപ്പം നമുക്ക് ഓരോ ആൾക്കാരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്, അയാൾക്ക് ആ കമ്മ്യൂണിക്കേഷനകത്ത് താല്പര്യം ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള സ്കിൽസ് ഇതുണ്ട്. കീ സ്കിൽസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എന്തൊക്കെയായിരിക്കാം, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, ഇന്റർപ്രറ്റിംഗ്, നോൺ വെർബൽ ക്ലോസ്, പിന്നെന്തായിരിക്കും വരുന്നത്, അഡാപ്റ്റിംഗ് ടു ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ, അതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ, കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ബിൽഡ് റിലേഷൻഷിപ്പ് ഉണ്ട്, അതേപോലെ എന്താണ്, റിസോൾവ് കോൺഫ്ലിക്റ്റ്, എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി, ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്, പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപതി.
അതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ അല്ലെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷനകത്ത് കുറച്ച് കമ്പോണൻസ് നമ്മൾ കണ്ടു. അപ്പൊ ആ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് കണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫേഷ്യൽ റിട്ടേൺ, ഓറൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു അത്. അതേപോലെ പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷനെ പറ്റി പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ് സൈഡ് ഉണ്ട്, അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ, അതായത് കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുമോ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അത്രയാണ് നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷനെ പറ്റി കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഇടയ്ക്ക് ചെറിയൊരു ടോപ്പിക്ക് നമ്മൾ കണ്ടായിരുന്നല്ലോ, 7 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കും കൂടി ഒന്ന് നോക്കിക്കോണം, മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ആണ്. യൂണിറ്റ് 2 വരുന്നുണ്ട്, ടെലിഫോൺ ടെക്നിക്ക് ആണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് വരുന്നത്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ എന്താ ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ ടെലിഫോൺ ടെക്നിക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അവർ ഇതിന്റെ കോൺവെർസേഷൻ ഒക്കെ തന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ തനിയെ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഞാനത് കോമൺ ആയിട്ട് അതിനെപ്പറ്റി വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് കോമൺലി യൂസ്ഡ് ഫ്രേസസ് ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ. അതേപോലെ തന്നെ ഇതുണ്ടോ, ടെലിഫോൺ ഫേസ് ടു ഫേസ് ആ ടെലിഫോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസ് ഒക്കെ, അങ്ങനെ പറഞ്ഞിട്ട് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ നോട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം. ടെലിഫോൺ ടെക്നിക്ക്, അപ്പൊ ടെലിഫോൺ ടെക്നിക്കിന്റെ പർപ്പസ് എന്താ വരുന്നത്, അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓവർ ദി ഫോൺ ടു അച്ചീവ് ഡിസൈഡ് ഔട്ട്കംസ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും വരുന്നത്, ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് ആണ്, പിന്നെന്താണ് ആക്റ്റീവ് ലിസണിങ് ഉണ്ട്, പോസിറ്റീവ് ടോൺ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെന്താണ് മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, യൂസ് ഓഫ് പ്രോപ്പർ ഫോൺ എറ്റിക്യൂട്ട്. അതൊക്കെയാണ് എന്തെന്ന് പറയുന്ന ഒരു ടെലിഫോണിന്റെ മെയിൻ, അതായത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷന്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മൾ എന്തുവാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഇപ്പൊ ടെലിഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയണം. അത് അയാൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എന്തായാലും ക്ലിയർ ആയിട്ട് നമ്മൾ പറയണം. അപ്പൊ എന്തായിരിക്കും ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ കീ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ട് പ്രീ കോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ ഡിഫൈൻ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്, പിന്നെ അതേപോലെ തന്നെ ഗ്യാദർ നെസസറി ഇൻഫർമേഷൻസ്, പിന്നെ റിവ്യൂ കോളേഴ്സ് പ്രൊഫൈൽ. ഇപ്പൊ ആവശ്യമാണെങ്കിൽ അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ചൂസ് എ കോൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പ്രീ കോൾ പ്രിപ്പറേഷൻ അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡ്യൂറിങ് ദ കോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഗ്രീറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, പിന്നെന്താണ് ക്ലിയർലി സ്റ്റേറ്റ് ആൻഡ് പർപ്പസ് ഓഫ് ദി കോൾ. അതായത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം എന്താ ഫ്രണ്ട്ലി ടോക്ക് വരാം, അല്ലാതെയൊക്കെ വരത്തില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്, ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ഒഫീഷ്യൽ മീറ്റിംഗിലൊക്കെ ഓഫീഷ്യൽസിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇത് ഗ്രീറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് ദി ക്ലിയർലി സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് ദി കോൾ ഉണ്ട്. പിന്നെ എന്താണ് ലിസൺ അറ്റൻറ്റീവ്ലി ആൻഡ് ടേക്ക് നോട്ട്സ്, പിന്നെ ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രൊവൈഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ഇൻഫർമേഷൻ, അവോയ്ഡ് ഇന്ററപ്ഷൻസ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്, പിന്നെ യൂസ് പോസിറ്റീവ് ലാംഗ്വേജ് ആൻഡ് ടോൺ. അതായത് നമ്മൾ ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 7 പോയിന്റ് ആണ്. അതായത് യൂസ് പോസിറ്റീവ് ലാംഗ്വേജ് ആൻഡ് ടോൺ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടോൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ലാംഗ്വേജ് അല്ലെ ഒരു പോസിറ്റീവ് ടോണിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ അതാണ് അതിന്റെ ടെലിഫോൺ എറ്റിക്യൂട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ആൻസർ ചെയ്യുവാണെങ്കിൽ ആൻസർ പ്രോംപ്റ്റ്ലി ആൻഡ് പ്രൊഫഷണലി നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആൻഡ് വെൽക്കമിംഗ് ടോൺ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. പിന്നെ ഐഡന്റിഫൈ യുവർ സെൽഫ് ആൻഡ് യുവർ ഓർഗനൈസേഷൻ. പിന്നെ ആസ്ക് പെർമിഷൻ ടു പ്ലേസ് ദ കോൾ ഓൺ ഹോൾഡ്. പിന്നെ താങ്ക് കോളർ ഫോർ കോൾ ഫോർ ദർ ടൈം. അപ്പൊ എന്താ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കണം. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പ്രൊഫഷണലി ആൻസർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടോൺ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരെ പറ്റിയുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്കിപ്പം ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പെർമിഷൻസ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ചോദിക്കാം. പിന്നെ അവരവരുടെ അത്രയും ടൈം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്ക് താങ്ക് യു പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ എറ്റിക്യൂട്ടി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് അതായത് ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷന്റെ ആക്റ്റീവ് ലിസണിങ് സ്കിൽസ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? മെയിൻറ്റെയിൻ ഫോക്കസ് ഓൺ ദി കോളർ ഉണ്ട്. പിന്നെ എന്താണ്? പാരഫ്രൈസ് ആൻഡ് സമ്മറൈസ് ഉണ്ട്. പിന്നെ ആസ്ക് ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവോയ്ഡ് ഇന്ററപ്റ്റിംഗ് ഉണ്ട്. ഷോ എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോൾസ് പലതരം വരും. അപ്പൊ ഇപ്പൊ ഡിഫിക്കൽട്ട് കോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? റിമൈൻ കാം ആൻഡ് കമ്പോസ്ഡ് ഉണ്ട്. പിന്നെ എന്താണ്? ലിസൺ attentively to concerns, emphasize with the caller, പിന്നെ provide solutions to alternatives, know when to escalate the issue. പിന്നെ കോൾ ക്ലോസിങ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതിനകത്ത് വരുന്ന സമ്മറൈസ് എഗ്രിമെന്റ് ഓർ ആക്ഷൻസ് ഉണ്ട്. പിന്നെ എന്താ താങ്ക് യു നമുക്ക് പറയാം. പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പറയാം. ഇപ്പൊ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷൻസ് നമുക്ക് മേടിക്കാം. അപ്പൊ അതൊക്കെയാണ് ഒരു കോൾ ക്ലോസിങ്ങിനകത്ത് വരുന്നത്. പിന്നെ ഇതാണ് പോസ്റ്റ് കോൾ വരുമ്പോഴേക്കും അതിനകത്ത് എന്താണ്? ഡോക്യുമെന്റ് കീ പോയിന്റ്സ് ആൻഡ് ആക്ഷൻസ് ഉണ്ട്. ഫോളോ അപ്പ് ഓൺ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇവാലുവേറ്റ് കോൾ എഫക്റ്റീവ്നെസ് ഉണ്ട്. ഇംപ്രൂവ് ടെലിഫോൺ ടെക്നിക് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇതൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ കോമൺ ടെലിഫോൺ ഫ്രേസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ്. അപ്പൊ ഹലോ ദിസ് ഈസ് നെയിം എന്താണ് അത് നമുക്ക് പറയാം. പിന്നെന്താണ്? ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ. പിന്നെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ. ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഫോർ എ മൊമെന്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകൾ. അതാണ് കോമൺ ഫ്രേസസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ നിങ്ങളുടെ ഇത് കണ്ടോ? ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് കണ്ടോ? ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ യു ഗെറ്റ് മീ പ്ലീസ്, പിന്നെ സർട്ടൻലി ഐ വിൽ പുട്ട് യു ത്രൂ, ഈസ് ഹരി ഇൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടോ? നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകൾ. കുഡ് യു റിപ്പീറ്റ്, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസ്. അപ്പൊ അങ്ങനെയുള്ള കോമൺ ഫ്രേസുകൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഗ്രാമർ, അതായത് ഗ്രാമർ ആൻഡ് യൂസേജ് എന്തിന്റെ? പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ ഈ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പെർഫെക്റ്റ് ടെൻസ് എന്തെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടെൻസുകൾ, അതായത് ഈ ഗ്രാമർ സൈഡ് ഒക്കെ വരുന്ന ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗ്രാമർ സൈഡ് ആണ് നിങ്ങളോട് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഈ ഗ്രാമർ സൈഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് ടെൻസ് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ടെൻസ് ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ അപ് ടു ദി പ്രസന്റ് മൊമെന്റ്, ഓർ ആക്ഷൻസ് ദാറ്റ് ഒക്കേർഡ് അറ്റ് ദി അൺസ്പെസിഫൈഡ് ടൈം ഇൻ ദി പാസ്റ്റ്. അപ്പൊ എന്താ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പെർഫെക്റ്റ് ടെൻസ് ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ അപ് ടു ദി present moment, or actions that occurred at the unspecified time in the past. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെർഫെക്റ്റ് ടെൻസിനെ തന്നെ അപ്പൊ അതിനകത്ത് പല കാര്യങ്ങൾ, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ നമ്മുടെ ഇതിനകത്ത് ഗ്രാമറിനകത്ത് വരുന്ന ടെൻസിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് വരുന്നുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നുണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ആ വരുന്നത്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും വരിക?
അപ്പൊ അവിടെ ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ, ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ, അതായത് നമ്മുടെ V3 ഫോം, വെർബിന്റെ V3 ഫോം, അതിന്റെ കൂടെ ഹാസ് ഓർ ഹാവ്, അതായത് അതിന്റെ മുന്നേ എന്തുണ്ടായിരിക്കും, സബ്ജക്ട് ഉണ്ടായിരിക്കും കേട്ടോ. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും എന്തിനകത്ത് വരിക, പ്രസന്റ് പെർഫെക്റ്റിനകത്ത് വരിക. അപ്പൊ അതെങ്ങനെയായിരിക്കും വരിക, എന്തുമായിരിക്കാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക, അതായത് നമ്മൾ തൊട്ട് മുൻപ് കഴിഞ്ഞതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അതായത് പാസ്റ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റും അല്ല, പ്രസന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രസന്റും അല്ല, അങ്ങനെയുള്ളതാണ് എന്തിനകത്ത് വരിക, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് വരുന്നത് കേട്ടോ. അപ്പം എങ്ങനെയായിരിക്കും, അവിടെ ഇതുണ്ട്, എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ, ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെന്താണ്, ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ 3 years. പിന്നെന്താണ്, they have traveled to many countries. പിന്നെന്താണ്, they have gone എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ they have gone എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവൻ പോയി. അപ്പൊ എപ്പോ പോയി എന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് എന്താണ്, അതായത് തൊട്ട് മുൻപ് കഴിഞ്ഞത്, അതായത് പാസ്റ്റ് ആണോ ചോദിച്ചാൽ പാസ്റ്റും അല്ല, പ്രസന്റ് ആണോ ചോദിച്ചാൽ പ്രസന്റും അല്ല, അങ്ങനെയുള്ളതിനായിരിക്കും നമ്മൾ എവിടെ പറയുക, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പം അതിന്റെ ഒരു ഈ ഫോർമുല എന്നുള്ള അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ഫോർമുല വരുമ്പോഴേക്കും എങ്ങനെയാ വരുന്നത്, നമ്മുടെ സബ്ജക്ട് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലായിടത്തും സബ്ജക്ട് ഞാനിവിടെ കൊടുത്തിട്ടില്ല, ഹാസ് ഓർ ഹാവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാസ് ഓർ ഹാവ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യും കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് സബ്ജക്ട് വരുമ്പോഴേക്കും എന്തൊക്കെയായിരിക്കും സബ്ജക്ട് വരിക, എന്തൊക്കെയാണ് നമുക്ക് സബ്ജക്ട് വരുക, ഇവിടെയാണ് ഐ ഉണ്ട്, ഷീ ഉണ്ട് ഒക്കെ കൊടുത്തിട്ടില്ലേ. അപ്പൊ അതൊക്കെ എന്താണ്, ഈ ഹാസും ഹാവും ഇതിനനുസരിച്ച്, അതായത് ഐ ഹാവ്, ഷീ ഹാവ് നമ്മൾ പറയുവോ. അപ്പം അങ്ങനെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എന്തായിരിക്കും, ഹാവ് ഓർ ഹാസ് ഓർ ഹാവ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പ്ലസ് എന്തായിരിക്കും വരിക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു ഫോർമുല എന്നുള്ള അതിനകത്ത് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും വരുന്നത്. അപ്പം V3 ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ, അത്യാവശ്യം കുറച്ചെണ്ണത്തിന്റെ V3 ഫോം നിങ്ങൾ നോക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത്, ഇപ്പം ഇതിന്റെ ഇപ്പൊ നമ്മൾ എന്താ തൊട്ട് മുന്നേ കണ്ട ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോഴേക്കും ഇപ്പൊ അതിന്റെ മലയാളം മീനിങ്, അതായത് ഹാസ് ഓർ ഹാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു മീനിങ് വരത്തില്ല. അപ്പം അങ്ങനെ ഒരു മീനിങ് വരുന്നതിനോട് കൂടിയായിരിക്കും നമ്മൾ ഈ ഹാസ് ഓർ ഹാവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് അതിന്റെ ഇപ്പം ഫോർമുല തന്നിരിക്കുന്ന നോക്കിയേ, ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 ഫോം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയുള്ള സെന്റൻസിനെ ആയിരിക്കും നമ്മൾ സൂചിപ്പിക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അപ്പൊ കഴിഞ്ഞു പോയ ഒരു കാര്യമായിരിക്കും, കഴിഞ്ഞു പോയ 2 കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ 2 കാര്യം. ഇപ്പൊ അവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന നോക്കിയാൽ, ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ വെന്റ് ടു സ്കൂൾ. അപ്പൊ അവിടെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞു പോയ 2 കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെയാ വരുന്നത്, ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പൊ ഇവിടെ ആ സെന്റൻസ് നോക്കി, ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ വെന്റ് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ എന്താണ്, നമുക്ക് 2 സെന്റൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 2 സെന്റൻസുകൾ വരുമ്പോഴേക്കും ഈ 2 സെന്റൻസുകൾ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പൊ അതായത് അതിനെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം. അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബിഫോർ, അതായത് ആ സെന്റൻസിനനുസരിച്ച് ഒന്നെങ്കിൽ ബിഫോർ അല്ലെ വെൻ, ആഫ്റ്റർ, അതൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ വെന്റ് ടു സ്കൂൾ. പിന്നെ എന്താണ്, ഷീ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ബിഫോർ ഷീ മൂവ് ടു ദി US.
they had traveled to many countries before they settled down. അപ്പൊ അങ്ങനെ രണ്ട് സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ, അതായത് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ഹാർഡ് വെച്ചിട്ടായിരിക്കും അത് തുടങ്ങാം. അപ്പം ഈ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ, അതായത് അതിനെ തമ്മിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, രണ്ട് സെന്റൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ ബിഫോർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെൻ ആഫ്റ്റർ ഒക്കെ ആയിരിക്കും നമ്മൾ സൂചിപ്പിക്കുക. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്യൂച്ചർ ആണ്. ഇപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടോ അവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്, സബ്ജക്ട് പ്ലസ് വിൽ ഹാവ്, ഓർ അവിടെ എന്താ വിൽ ഹാവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വിൽ ഹാവ് മാത്രമാണ് വരിക, ഷാൾ ഹാവും വരും കേട്ടോ. ഷാൾ ഹാവ് പ്ലസ് V3 ആയിരിക്കും വരുന്നത്. വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് ആയിരിക്കും അവിടെ വരിക. പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും അതിന്റെ ഫോർമുല. ഇപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും വരിക. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് നമ്മൾ ഇത് ഈ പറഞ്ഞിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും, അല്ലെ ചെയ്തിട്ടുണ്ടാകും, ചോദിച്ചിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസുകൾ, അതായത് മലയാളത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സെന്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയും, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ അവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എല്ലാം ഉണ്ടാകും അങ്ങനെ വരുന്നിടത്ത് കേട്ടോ. അപ്പൊ അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ, ഐ വിൽ ഹാവ് ഈറ്റൻ ഡിന്നർ ബൈ 7 PM. പിന്നെ അതേപോലെ തന്നെ ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ബൈ നെക്സ്റ്റ് ഇയർ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സെന്റൻസുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ അവിടെ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഇത് കണ്ടോ, ഐ വിൽ ഹാവ് ഈറ്റൻ ഡിന്നർ ബൈ, അവിടെ ഒരു ടൈം പറയുന്നുണ്ട്. അത് എന്നാണ്, എപ്പോഴാണ് എന്നൊക്കെയുള്ള ആ ഒരു ഇത്. അതപ്പോ ബൈ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്ന സമയത്തോടെ അല്ലെ ഇന്ന ഇയറിൽ എന്നുള്ള ഒരു മീനിങ്. അപ്പം അവിടെ എന്താണ്, നമ്മളൊരു കാര്യം അത് ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോ ചെയ്തു, എന്ന് ചെയ്യുന്നു, എപ്പോ ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് അവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ആ ബൈ എന്ന് പറയുന്നത് യൂസ് ചെയ്യുക. അപ്പൊ ബൈ സാധാരണ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അത് എപ്പോ ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിന് മുന്നേ ഇതാണ്ട് ഇത്രയും ആണെങ്കിൽ അത് എന്ത് തന്നെയാണ്, നമ്മുടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് തന്നെ ആയിരിക്കും വരുന്നത്. അതായത് ഷീ വിൽ ഹാവ് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ് വരുന്നത്, അവൾ വരച്ചിട്ടുണ്ടാകും എന്നായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ they will have done അവർ ചെയ്തിട്ടുണ്ടാകും, അവർ ഉച്ചയോടെ ചെയ്തിട്ടുണ്ടാകും എന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, they will have done by afternoon. അപ്പൊ അങ്ങനെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതിന് അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ഇപ്പൊ പറഞ്ഞ സെന്റൻസ് they will have done എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ചെയ്തിട്ടുണ്ടാകും അല്ലെ, അവർ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞ ഉണ്ടാകും. അങ്ങനെ ഉള്ളിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം they എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അടുത്ത സബ്ജക്റ്റ് ആണ്. അപ്പൊ they will have done. they will have done എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അവർ എപ്പോൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ബൈ എന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് അത്. അപ്പൊ ആ സെന്റൻസ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, they will have done by afternoon. ഓക്കെ. ഇപ്പൊ ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താ, അവൾ പോയിട്ടുണ്ടാകും എന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, അവൾ പോയിട്ടുണ്ടാകും എന്ന് നമുക്ക് എങ്ങനെ പറയാം, she will have gone.
അപ്പം അവള് ഈവനിങ്ങോട് കൂടി വൈകുന്നേരത്തോടു കൂടി പോയിട്ടുണ്ടാകും എന്ന് നമുക്ക് എങ്ങനെ ആയിരിക്കും പറയുക? ഷീ വിൽ ഹാവ് ഗോൺ ബൈ ഈവനിങ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് സെന്റൻസ് കൊടുക്കുക? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ടെൻസ്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഈ എന്താ പെർഫെക്റ്റ് ടെൻസ് ആണുള്ളത്. അപ്പൊ ആ പെർഫെക്റ്റ് ടെൻസിനകത്ത് ഈ 3 കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. ഏതൊക്കെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമുല എങ്ങനെയാ വരുന്നത്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും വരുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അതായത് തൊട്ട് മുന്നേ കഴിഞ്ഞ കാര്യത്തിനെ സൂചിപ്പിക്കാനായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കുന്നത്. അപ്പൊ ദേ ഹാവ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അവർ പോയി. ഷീ ഹാസ് ഡ്രോൺ, അവൾ വരച്ചു. അതായത് എപ്പോ വരച്ചു എന്നൊന്നും നമ്മളവിടെ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസ് ആയിരിക്കും അവിടെ നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇവിടെ എന്തായിരിക്കും നമ്മുടെ സബ്ജക്റ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ V3 ഫോം ആയിരിക്കും നമ്മൾ ചേർക്കുക കേട്ടോ. അപ്പൊ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഐ, യു, വി, ദയ്, ഹി, ഷീ, ഇറ്റ് അതൊക്കെ ഇല്ലേ. അപ്പം ഈ ഐയോ, യുവോ, വിയോ, ദയ്യോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിലായിരിക്കും നമ്മൾ എന്ത് ചേർക്കുക? ഹാവ് ചേർക്കുക. ഹി, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ഹാസ് ആയിരിക്കും നമ്മൾ ചേർക്കുക. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പോയ 2 കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫോർമുല നമ്മൾ എന്തായിരുന്നു കണ്ട്? ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെ V3 ആയിരിക്കും വരുന്നത്. അപ്പം എങ്ങനായിരിക്കും അത് വരുന്നത്? അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ ആണെന്നുണ്ട് ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ വെന്റ് ടു സ്കൂൾ. അപ്പൊ ഐ ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ്? ബിഫോർ ഐ വെന്റ് ടു സ്കൂള്. അങ്ങനെ ഉള്ള സെന്റൻസുകൾക്കകത്താണ് നമ്മൾ എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞു പോയ 2 കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫസ്റ്റ് സെന്റൻസിന്റെ കൂട്ടത്തിലായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഹാർഡ് പ്ലസ് V3 ഫോം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെന്റൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? V2 ഫോം ആയിരിക്കും. അതായത് വെർബിന്റെ V2 ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ വെന്റ് ടു സ്കൂൾ. കണ്ടോ? പിന്നെന്താണ്? പിന്നെ നമ്മുടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വരുന്നത്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വരുമ്പോഴേക്കും എങ്ങനെയായിരുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും, വന്നിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെയാ വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൽ ഹാവ് പ്ലസ് എന്തായിരിക്കും? V3 ആയിരിക്കും വരുന്നത്. അപ്പൊ കണ്ടോ, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഹാവ് ഈറ്റൺ ഡിന്നർ ബൈ എപ്പം 7 PM. ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ബൈ എപ്പം നെക്സ്റ്റ് ഇയർ. അങ്ങനെ ഉള്ള സെന്റൻസ് ആണ് എവിടെ വരിക? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനകത്ത് വരിക. ഓക്കെ, അപ്പൊ അതിന്റെ യൂസേജ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നോളജിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് വരെ ടെൻസുകൾ വരുന്നത് കേട്ടോ. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ടെൻസ്. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൂടുതലും ഗ്രാമർ സൈഡ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറഞ്ഞത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള റീസൺ അത്. അപ്പം ഇതൊന്ന് നോക്കി വെച്ചാണ്. കാരണം സെന്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്. അപ്പൊ ഈ ഒരു ടോപ്പിക് ഒന്ന് നോക്കി വെച്ചാണ് ടെൻസ് കേട്ടോ. പെർഫെക്റ്റ് ടെൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. അപ്പൊ പെർഫെക്റ്റ് ടെൻസ് 3 ടെൻസും അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ ഫോർമുല ഉൾപ്പെടെ ഒന്ന് നോക്കി വെക്കുക. ഇത് ഡയറക്റ്റ് ടെൻസ് ഇങ്ങനെ ചോദിക്കൂ എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ യൂണിറ്റ് വരുന്ന ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത യൂണിറ്റ് വരുന്നത്, 3ാമത്തെ യൂണിറ്റ്. അപ്പം ഇതിനകത്ത് ഈ യൂണിറ്റിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന CV പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അതേപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും. അപ്പൊ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കവർ ലെറ്റർ കാര്യങ്ങളൊക്കെ കൊടുക്കാറില്ലേ, അപ്പൊ അതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
അപ്പൊ ആദ്യം CV. അപ്പൊ ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും വരിക? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂടുതലും വർക്ക് ചെയ്യുന്നവരൊക്കെ അല്ലേ, അപ്പൊ അറിയായിരിക്കുമല്ലോ എങ്ങനെയായിരിക്കും CV പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെയുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് CV-ക്കകത്ത് വരിക? അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? ആദ്യമേ കോണ്ടാക്ട് ഇൻഫർമേഷൻ. ഇപ്പൊ ഈ CV കൊണ്ടുള്ള ഉദ്ദേശം എന്താ? റെസ്യൂമെ ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? ജോബിന് വേണ്ടിയിട്ട്. അപ്പം അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് കോണ്ടാക്ട് ഇൻഫർമേഷൻ നമ്മൾ റെസ്യൂമേക്കകത്ത് മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം. അപ്പൊ കോണ്ടാക്ട് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം? നമ്മുടെ ഫുൾ അഡ്രസ് ഒക്കെ നമ്മൾ കൊടുക്കുവോ? ഇപ്പൊ കറണ്ട് നമ്മൾ കൊടുക്കാറുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കും? നമ്മുടെ നെയിം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കും, പിന്നെ എന്ത് കൊടുക്കാം? ഫോൺ നമ്പർ കൊടുക്കും, പിന്നെ നമുക്കിപ്പോ ലിങ്ക്ഡിനിലൊക്കെ അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകൾ നമ്മൾ കൊടുക്കാറില്ലേ, അതും പിന്നെന്താണ്? പ്ലേസും കേട്ടോ. അതായത് ഒരു കോണ്ടാക്ട് ഇൻഫർമേഷൻ നമ്മൾ റെസ്യൂമെ CV-യിൽ നമ്മൾ കൊടുക്കുന്ന കോണ്ടാക്ട് ഇൻഫർമേഷനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത്? നമ്മുടെ നെയിം ഉണ്ട്, പിന്നെന്ത് കൊടുക്കാം? നമ്മുടെ ഇമെയിൽ ID. ഇമെയിൽ ID എന്ന് പറയുമ്പോൾ കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ID വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് കൊടുക്കാം? നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ കോണ്ടാക്ട് നമ്പർ. പിന്നെ എന്താ കൊടുക്കുക? പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ലിങ്ക്ഡിനിലൊക്കെ നമുക്കിപ്പോ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പ്ലേസ് ഏതാണോ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മളൊരു റെസ്യൂമെ അല്ലെ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വെക്കാറുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്ന എന്തായിരിക്കാം? കോണ്ടാക്ട് ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? നമ്മുടെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. പ്രൊഫഷണൽ സമ്മറി അല്ല ഒബ്ജക്റ്റീവ്, അല്ലെ കരിയർ ഗോൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അവിടെ എന്തായിരിക്കും നമ്മൾ വെക്കുന്നത്? നമ്മൾ എന്ത് ജോലിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് സെന്റൻസുകൾ. അപ്പൊ അത് ഒരിക്കലും ഒരിടത്തുനിന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒരു സമ്മറി അത് വേണം നിങ്ങൾ അവിടെ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നത്? കോണ്ടാക്ട് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തു, പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് കൊടുത്തു. അപ്പൊ ആദ്യത്തെ 2 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ വരിക? നെക്സ്റ്റ് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴേക്കും ഇപ്പം നമ്മൾ എവിടെ തൊട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുക? നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നിങ്ങളിപ്പോ MCA പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കാം? MCA കൊടുക്കാം. അല്ലാതെ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതോ +2 പഠിച്ചതോ അതിന്റെ ഒന്നും ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കറന്റ് ഇപ്പൊ നമ്മൾ എന്താണോ കഴിഞ്ഞത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം എഡ്യൂക്കേഷനകത്ത് കേട്ടോ. അതായത് 10ഉം +2 ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. അതേപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്. ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാം. പിന്നെ സ്കിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്കിൽസ് വരുമ്പോഴേക്കും അവിടെ എങ്ങനെയായിരിക്കും സ്കിൽസ് കൊടുക്കുക? എന്ത് സ്കിൽസ് ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുക? വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് ടെക്നിക്കൽ സ്കിൽസും വരും, സോഫ്റ്റ് സ്കിൽസും വരും. ടെക്നിക്കൽ സ്കില്ല് വരുമ്പോഴാണ് ഇപ്പൊ പറഞ്ഞതുപോലെ വർക്ക് റിലേറ്റഡ്, അതായത് നമുക്ക് ടെക്നിക്കൽ സൈഡിലുള്ള ഇപ്പൊ ലാംഗ്വേജ് C++, അതേപോലെയുള്ള ജാവ അങ്ങനെയൊക്കെയുള്ള ഇതില്ലേ, അങ്ങനെയുള്ളതാണ് നമ്മൾ ടെക്നിക്കൽ സ്കില്ല്. അതേപോലെ തന്നെ സോഫ്റ്റ് സ്കില്ലും എവിടെയാണ് കൊടുക്കുക? ഈ സ്കിൽസിനകത്ത് കൊടുക്കുക. അതായത് നമ്മുടെ സോഫ്റ്റ് സ്കില്ല് വരുമ്പോൾ എന്തൊക്കെയാ അതിനകത്ത് വരിക? സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ അതിനകത്ത് വരിക? കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ കൊടുക്കുക? സ്കിൽസിനകത്ത്. അപ്പൊ സ്കിൽസിനെ തന്നെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ വരുന്നുണ്ട്, സോഫ്റ്റ് സ്കില്ല് വരുന്നുണ്ട്. അപ്പൊ ടെക്നിക്കൽ സ്കില്ലിനകത്ത് നമ്മുടെ ടെക്നിക്കൽ നോളജ് എന്താണോ അത് വേണം കൊടുക്കാൻ വേണ്ടി. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന നോളജ് വെക്കാവുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് C പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് C ഇപ്പൊ അറിയണമെന്നില്ലല്ലോ.
ജസ്റ്റ് പഠിച്ചത് മാത്രമേ കാണുള്ളൂ, അതിനെപ്പറ്റി വലിയ നോളജ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. നന്നായിട്ട് അറിയാം എന്ന് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ റെസ്യൂമേൽ എന്ത് വെക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പം ഇതിനകത്ത് വെച്ചിരിക്കുന്ന സ്കില്ല് എന്താണോ അതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ നല്ല നോളജ് ഉള്ള സ്കില്ലുകൾ എന്തൊക്കെയാണോ, ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ടെക്നിക്കൽ സ്കിൽസിന്റെ കൂടെ വെക്കുക. അതേപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ വരുമ്പോഴേക്ക് ഇപ്പൊ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷന്, പിന്നെ അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ്, അഡാപ്റ്റബിലിറ്റി, പിന്നെ എന്താണ് ആക്റ്റീവ് ലിസണിങ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടെക്നിക്കൽ സോഫ്റ്റ് സ്കിൽസ് വരത്തില്ലേ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എവിടെ വെക്കുക, സോഫ്റ്റ് സ്കിൽസിനകത്ത് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ചീവ്മെന്റ്, അപ്പൊ അതൊക്കെ ഉണ്ടെന്നുണ്ട്, അച്ചീവ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ്മെന്റ് വെക്കാം. പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, റിലവന്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ട്. ഇപ്പം ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പം നമ്മൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമുള്ള കാര്യങ്ങളല്ല, അതൊക്കെ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ വെക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്രൊജക്ട്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലവന്റ് പ്രൊജക്ട് എന്നുള്ളത്. അതായത് ഇപ്പൊ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്ന പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വെക്കാം. ഇനി അതല്ല നമ്മൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ MCA ഒക്കെ ആണെങ്കിൽ MCA ക്ക് ചെയ്ത പ്രൊജക്ടുകൾ കാണുമല്ലോ, ഈ മെയിൻ പ്രൊജക്റ്റും കാണും, മിനി പ്രൊജക്റ്റും കാണും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വേണം എവിടെ വെക്കാൻ വേണ്ടിയിട്ട്, ഈ റിലവന്റ് പ്രൊജക്റ്റിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത്രയും കാര്യങ്ങളാണ് എവിടെ വരിക, ഒരു റെസ്യൂമെ അല്ലെ ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു CV പ്രിപ്പറേഷനകത്ത് ഇതിപ്പോ 8 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒന്ന്, കോണ്ടാക്ട് ഇൻഫർമേഷൻ ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ സമ്മറി ഓർ ഒബ്ജക്റ്റീവ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, പിന്നെ എന്താണ് അച്ചീവ്മെന്റ്സ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, റിലവന്റ് പ്രൊജക്ട് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ളത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ കൊടുത്തേച്ചാൽ മതി. കാരണം ഇപ്പൊ നമ്മൾ റെസ്യൂമെ ഒക്കെ കൊടുക്കുമ്പോൾ അത് സാധാരണ ആരും കൊടുക്കാറില്ല. അതേപോലെ തന്നെ പ്രൊജക്ട്, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ പ്രൊജക്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും വെച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്കില്ല് അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. അപ്പൊ അതിനകത്ത് ഓപ്ഷണൽ ആയിട്ട് വരുന്നത് ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ റെസ്യൂമേക്കകത്ത് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ പിന്നെ നമ്മൾ ലാസ്റ്റ് എന്താണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊന്നും ഇപ്പൊ നമ്മൾ വെക്കാറില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന CVക്കകത്ത് നമ്മൾ സാധാരണ ഉൾപ്പെടുത്താറുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ഇതിന്റെ താഴെ പറയുന്നുണ്ട് ഓരോരുത്തടത്തും എന്തൊക്കെ കാര്യങ്ങളാണ്. വർക്ക് എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോബ് ടൈറ്റിലും കമ്പനി എന്ന് തൊട്ട് എന്ന് വരെ ആയിരുന്നു എന്നുള്ളതും നമ്മുടെ എന്താ റെസ്പോൺസിബിലിറ്റീസും അവിടുത്തെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിന്റെ കൂടെ നമ്മൾ വെക്കണം, ഈ വർക്ക് എക്സ്പീരിയൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ വെക്കേണ്ടതാണ് കേട്ടോ. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡിഗ്രി അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളതും എന്നാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതും എന്ന് തൊട്ട് എന്ന് വരെ ആയിരുന്നു എന്നുള്ളത് നമ്മളവിടെ പറയണം. ഇപ്പൊ ഒരു ജോബ് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ടൈലർ യുവർ റെസ്യൂമെ ആൻഡ് കവർ ലെറ്റർ ടു ജോബ് ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മളൊരു റെസ്യൂമെ ഇപ്പൊ നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് ഒരു റെസ്യൂമെ അല്ലെ CV നമ്മൾ കൊടുക്കുമ്പോഴേക്കും നമ്മൾ എന്തും കൂടെ കൊടുക്കണം, കവർ ലെറ്റർ അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ യൂസ് കീവേഡ്സ് ഫ്രം ജോബ് പോസ്റ്റിംഗ്, പിന്നെ ഹൈലൈറ്റ് റിലവന്റ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്, പിന്നെ പ്രൂഫ് റീഡ് ഫോർ എറേഴ്സ്, പിന്നെ എന്താണ് ഇൻക്ലൂഡ് പ്രൊഫഷണൽ സമ്മറി ഓർ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്, യൂസ് എ സ്റ്റാൻഡേർഡ് ഫോണ്ട് ആൻഡ് ഫോർമാറ്റിംഗ്, കീപ് ഇറ്റ് കൺസൈസ്. അതായത് 1-2 പേജ്. ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV എന്ന് പറയുന്നത് മാക്സിമം 2 പേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അതേസമയം നിങ്ങൾ ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ എന്ന് പറയുന്നത് 1 പേജിൽ നിൽക്കണം. ആ ഒരു കാര്യവും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഒരു റെസ്യൂമെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനാണെന്നുണ്ടെങ്കിൽ മാക്സിമം 2 or 3 പേജസ് വരെ പോവാം. അതേസമയം നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ എത്ര പേജേ പറ്റത്തുള്ളൂ, ഒരൊറ്റ പേജിൽ ആ റെസ്യൂമെ എന്ന് പറയുന്നത് നമ്മൾ നിർത്തണം. പിന്നെ നെക്സ്റ്റ് കവർ ലെറ്റർ. അതായത് നമ്മളിപ്പോ ഇവിടെ ഒരു കവർ ലെറ്ററിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. അപ്പൊ കവർ ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? അഡ്രസ് ചെയ്ത ഹയറിംഗ് മാനേജർ ബൈ നെയിം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ എന്താണ് നമ്മളെ പറ്റി ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് സ്റ്റേറ്റ് ദ ജോബ് ടൈറ്റിൽ. പിന്നെ എന്ത് കൊടുക്കണം? ഷോ enthusiasm and interest in the company or role. പിന്നെ highlight relevant skills and experience. പിന്നെ keep it concise, 3 to 4 paragraph, end with a strong call to
ആക്ഷൻ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം. അതായത് നമ്മുടെ ആ ഒരു എന്താ കവർ ലെറ്റർ കാണുമ്പോൾ അവർക്ക് ആ റെസ്യൂമെ നോക്കാനുള്ള അല്ലെ അതിൽ നിന്ന് തന്നെ അവർക്ക് നമ്മളെ പറ്റി ഒരു ഒരു ഐഡിയ കിട്ടണം. അപ്പൊ അത്തരത്തിൽ വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കവർ ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ എന്തിനകത്ത് വരിക, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പോയിട്ട് നമ്മുടെ റെസ്യൂമെ അല്ലെ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു റെസ്യൂമെ പ്രിപ്പറേഷൻ തന്നിരിക്കുന്നതിനകത്ത് ഇത് കണ്ടോ, നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, മാറ്റർ സ്റ്റാറ്റസ് ഓഫ് ഫാദേഴ്സ് നെയിം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് വേണ്ട കേട്ടോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് പഴയതായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഹോബീസും കാര്യങ്ങളും ഒന്നും ഇപ്പൊ നമ്മൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാറില്ലല്ലോ. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ഇപ്പം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അപ്പൊ അതിനെ പറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു CV പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതാണ് കരിക്കുലം വിറ്റേനെ പറ്റി ഇതാണ് കൂടുതൽ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കുന്നുണ്ട്, ക്ലിയർ ആയിരിക്കണം, കൺസൈസ് കംപ്ലീറ്റ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, കറന്റ് അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ അതൊക്കെ ജസ്റ്റ് വായിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ? ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കണ്ടോ, റിസർച്ച് ചെയ്ത കമ്പനി, പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. അതായത് നമ്മളിപ്പം ഇന്ന ഒരു റോളിലേക്ക് നമ്മൾ ഇന്റർവ്യൂവിന് പോകുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കമ്പനിയിലാണോ ചെല്ലുന്നത് ആ കമ്പനീനെ പറ്റി നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. അതായത് കമ്പനീനെ പറ്റി ഇപ്പൊ നമ്മളിപ്പോ എന്താ സെയിൽസ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ്, അവരുടെ സർവീസിനെ പറ്റി. ഇപ്പൊ നമ്മൾ എന്താ IT ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്താണെന്നുള്ളോ അവരുടെ സർവീസുകൾ എന്താണെന്നൊക്കെ ഉള്ളതും നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ഒരു നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന എന്താണ്, റിവ്യൂ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് റിക്വയർമെന്റ്സ്. അതായത് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പം നമ്മൾ ഏത് റോളിലേക്കാണ് അവര് ചോദിച്ചിരിക്കുന്ന റിക്വയർമെന്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്തിനു പോകാൻ വേണ്ടിയിട്ട്, നമ്മളൊരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പയർ ആൻസർ ടു കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്തിരിക്കണം. പിന്നെ പ്രാക്ടീസ് യുവർ റെസ്പോൺസ് വിത്ത് ഫ്രണ്ട് ഓർ ഫാമിലി മെമ്പർ. പിന്നെന്താണ്, പ്രിപ്പയർ ക്വസ്റ്റ്യൻ ടു ആസ്ക് ദ ഇന്റർവ്യൂവർ. പിന്നെ പ്ലാൻ യുവർ ഔട്ട്ഫിറ്റ് ആൻഡ് അറൈവൽ ടൈം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴേക്കും നമ്മൾ എങ്ങനെ വേണം അത്രയും, അതായത് ഇപ്പൊ നമ്മളൊരു ടെക്നിക്കൽ ഇന്റർവ്യൂവിനൊക്കെയാ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വേണം നമ്മൾ പോകാൻ വേണ്ടി, ഒരു പ്രൊഫഷണൽ ആയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. അതേപോലെ തന്നെ നമ്മളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആ കറക്റ്റ് ടൈം എന്നുള്ള കാര്യം ഫോക്കസ് ചെയ്തിട്ടല്ലാതെ എത്ര നേരത്തെ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ അങ്ങനെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അറൈവൽ ടൈമും കാര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കോമൺ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് അവിടെ ചെന്നാലും ഉള്ളതാണല്ലോ. അതായത് അത് കൊടുക്കാൻ കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഇതൊക്കെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അതായത് നമ്മൾ എങ്ങനെയാണ് സെൽഫ് ഇൻട്രോ പറയുന്നത് എന്നുള്ളതിനെ പറ്റി കേട്ടോ. സെൽഫ് ഇൻട്രോയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം, എങ്ങനെ നമുക്ക് സെൽഫ് ഇൻട്രോ പറയാം എന്നതിനെ പറ്റി ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പ്രിപ്പയറിംഗ് ഫോർ ആൻ ഇന്റർവ്യൂ, ഈ കൂട്ടത്തിൽ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് ഇൻട്രോ പറയുമ്പം പറയേണ്ടത് കണ്ടോ. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ള, പേഴ്സണൽ, ഡു യു ഹാവ് ഹോബീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പൊ സെൽഫ് ഇൻട്രോ എങ്ങനെ നമ്മൾ പറയും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത് കേട്ടോ. അപ്പൊ സെൽഫ് ഇൻട്രോയ്ക്കകത്ത് എന്തൊക്കെയാ വരേണ്ടത്, ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയണം, നമ്മുടെ ബേസിക് ആയിട്ടുള്ളത്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ പറ്റി, എവിടുന്ന് വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താണ്,
പിന്നെ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പറയണം. പിന്നെ ഇപ്പൊ നമ്മൾ വീട്ടിലെ കാര്യം പറയുമ്പോൾ നമ്മളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലിപ്പം അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട്, അവരുടെ കാര്യങ്ങളൊന്നും പറയണ്ട. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു 2-3 മെമ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ പറയാവുള്ളൂ, അല്ലാതെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയരുത്. പിന്നെ എന്തൊക്കെയാ വരിക? ആദ്യം നമ്മൾ സെൽഫ് ഇൻട്രോ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആദ്യമേ നമ്മൾ വിഷ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയണേ, നമ്മുടെ പ്ലേസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വരും. പിന്നെ നമ്മുടെ ടെക്നിക്കൽ നോളജ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വരും. പിന്നെ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ഹോബീസ് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. അതായത് നമ്മൾ സെൽഫ് ഇൻട്രോ പറഞ്ഞു കഴിയുമ്പോൾ ചിലർ ഇങ്ങനെ വെറുതെ ഇരിക്കും കുറെ നേരം. അപ്പൊ അത് അവർക്ക് മനസ്സിലാവത്തില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ എന്താണ് അതിനൊരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ദാറ്റ്സ് ഓൾ അബൌട്ട് മീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു തീർന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഇതുണ്ട്, കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഒന്നാണ് വൈ ഡു യു വാണ്ട് ടു വർക്ക് ദിസ് കമ്പനി ഉണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ വൈ ആർ യു ലീവിംഗ് ഫോർ യുവർ കറന്റ് ജോബ് ഉണ്ട്. പിന്നെ വൈ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years, ക്യാൻ യു ഗിവ് ദ എക്സാമ്പിൾ ഓഫ് ഓവർകമ്മിങ് എ ചലഞ്ച്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ഒക്കെ, പേഴ്സണൽ, ഫോൺ സ്ക്രീനിങ്, വീഡിയോ ഇന്റർവ്യൂ, ഇൻ പേഴ്സൺ ഇന്റർവ്യൂ, അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്റർവ്യൂ എറ്റിക്യൂട്ടേക്ക് അത് പറയുന്ന കാര്യങ്ങളാണ് ഇതുണ്ട്. അറൈവ് 10 to 15 minutes ഏർലി. പിന്നെന്താണ്, ഡ്രസ് എങ്ങനെ ആയിരിക്കണം, പ്രൊഫഷണലി ആയിരിക്കണം. പിന്നെന്താണ്, ഷേക്ക് ഹാൻഡ് ഫോർമലി, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്, ലിസൺ ആക്റ്റീവ്ലി, ആസ്ക് തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ്, താങ്ക് ചെയ്ത ഇന്റർവ്യൂ. അതായത് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, താങ്ക് യു പറഞ്ഞിരിക്കണം. അപ്പൊ ആഫ്റ്റർ ദി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നുണ്ട്, സെൻഡ് എ താങ്ക് യു നോട്ട് ഓർ ഇമെയിൽ. പിന്നെ ഫോളോ അപ്പ് വിത്ത് ദ ഹയറിംഗ് മാനേജർ ഉണ്ട്. പിന്നെന്താണ്, റിവ്യൂ ആൻഡ് ഇംപ്രൂവ് യുവർ പെർഫോമൻസ്, പ്രിപ്പയർ ഫോർ അഡീഷണൽ ഇന്റർവ്യൂ, നെഗോഷിയേറ്റ് സാലറി ആൻഡ് ബെനിഫിറ്റ് ഇഫ് ഓഫേർഡ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കത് കിട്ടാതെ പോയത്, എന്തായിരുന്നു നമ്മുടെ വീക്ക് പോയിന്റ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അത് എന്താ ഓവർകം ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ആഫ്റ്റർ ഇന്റർവ്യൂ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ആഫ്റ്റർ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്റർവ്യൂവിനകത്ത് സാധാരണ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒന്ന് പ്രിപ്പറേഷൻ, ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ, അതേപോലെ തന്നെ പുവർ ബോഡി ലാംഗ്വേജ്, പിന്നെ ഇൻഅഡിക്വേറ്റ് റിസർച്ച്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇൻകൺസിസ്റ്റൻസ് ഇൻ റെസ്യൂമെ ഓർ കവർ ലെറ്റർ, പിന്നെ ഫെയിലിയർ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഒരു കോമൺ ഇന്റർവ്യൂ മിസ്റ്റേക്ക് വരുന്നത്. പിന്നെ സാലറി അത് നമുക്ക് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവരിവിടെ പറയുന്നുണ്ട് റിസർച്ച് മാർക്കറ്റ് സാലറി റേഞ്ച്. അതായത് നമ്മളിപ്പോ ഫ്രഷർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സാലറി ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഫ്രഷർക്ക് എത്ര കിട്ടുന്നു എന്നുള്ള ഒരു റേഞ്ച് വെച്ചിട്ട് വേണം നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മൾ ബി കോൺഫിഡന്റ്, പക്ഷെ എങ്ങനെ ആയിരിക്കണം, റെസ്പെക്ട്ഫുള്ളി ആയിരിക്കണം നമ്മളത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെയാണ് എന്തിനകത്ത് വരിക, നമ്മുടെ ഈ ഒരു തേർഡ് യൂണിറ്റിനകത്ത്, അതായത് ഹൗ ടു പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ ഇതിനകത്ത് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എങ്ങനെ CV അല്ല റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാം, പിന്നെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ രണ്ട് കാര്യമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ഫ്യൂച്ചറിലേക്ക് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ആദ്യത്തെ ഈ പറഞ്ഞ റെസ്യൂമെ പ്രിപ്പറേഷൻ എന്ന് മേ ബി എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കുക, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി വെക്കുക.
ഇതുണ്ട് ഇവിടെ ലെറ്റർ ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ഇവരിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ ആദ്യമേ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു കമ്പനിയുടെ ആഡ് തന്നിട്ടുണ്ട്, XYZ കമ്പനി. അതിന്റെ എന്തൊരു മെമ്മോറാണ്ടം തന്നിട്ടുണ്ട്. അവര് ഹയർ ചെയ്യുന്ന ഫ്രം ടു അഡ്രസ്സും സബ്ജക്ട് റിക്രൂട്ട്മെന്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒരു ഒരു മെമ്മോറാണ്ടം ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കണ്ടോ ഒരു ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആ ലെറ്റർ നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. അതായത് ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. അപ്പം കണ്ടോ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് സല്യൂട്ടേഷൻ കൊടുത്തു. പിന്നെ ഇത് കണ്ടോ ഐ ആം റൈറ്റിംഗ് ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഫോർ എ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇൻ ലാസ്റ്റ് വീക്സ് ഓഫ് ഏഷ്യൻ ടൈംസ്. അപ്പൊ എന്താണ് ഒരു അഡ്വർടൈസ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലെറ്റർ ആണ്. അപ്പം അത് എന്തിനെ ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ഈ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യാനുള്ള റീസൺ അത് നമ്മൾ ആദ്യമേ പറയുക. ഇത് ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. അപ്പം ഈ ഒരു ലെറ്റർ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ലെറ്റർ റൈറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ ഫ്രം ഉണ്ട്, ടു അഡ്രസ് ഉണ്ട്, സല്യൂട്ടേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഇവിടുത്തെ അതായത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ആദ്യമേ ഇത് കണ്ടോ ഒരു മെമ്മോറാണ്ടം ഉണ്ട്. അതായത് ഇതാണ്ട് ഇവിടെ ഒരു ജോബ് വേക്കൻസിയുടെ ഒരു മെമ്മോ ഉണ്ട്. അപ്പൊ ആ മെമ്മോനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ആ ലെറ്റർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സെന്റൻസ് ആദ്യമേ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട്, എന്തിന്റെ ബേസിലാണ് നമ്മൾ ഈ ലെറ്റർ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത്. അപ്പൊ അതാണ് ഐ ആം റൈറ്റിംഗ് in response to your advertisement for a sales executive in last week's Asian Times എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ നമ്മളെ പറ്റിയുള്ള ഏജ് എത്രയാണ്, എന്ത് ക്വാളിഫിക്കേഷൻ ആണ്, എവിടുന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. I am 26 years old. I have a BCom degree and diploma in sales and marketing management. I live in Chennai and speak excellent English and Hindi and little Tamil. പിന്നെ കണ്ടോ I have 2 years experience in selling consumer goods in well-established firm in Chennai. I am very hardworking and enjoy traveling and meeting people. I am very interested in working for an MNC. I assure you that if you give me a chance, I will perform your full satisfaction. Please find enclosed my CV. I will be grateful if you give me an opportunity for an interview. Yours truly എന്ന് പറഞ്ഞിട്ട് ആരാണോ അത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഒരു ലെറ്റർ, അതായത് ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു കവർ ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള നോളജ് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളത് കൊടുക്കുന്നത് അത് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടു എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള, എങ്ങനെയാണ് നമ്മൾ ആ ലെറ്റർ എഴുതാനുള്ള കാരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു റീസൺ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഇത് കണ്ടോ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ടൈലർ യുവർ റെസ്യൂമെ കവർ ലെറ്റർ ഓഫ് ആൻഡ് കവർ ലെറ്റർ ടു യുവർ ജോബ് ഡിസ്ക്രിപ്ഷൻ യൂസ് കീവേർഡ് ഫ്രം ദി ജോബ് പോസ്റ്റിംഗ്. അപ്പൊ എന്താണ് നമ്മൾ കീവേഡ് ഇപ്പം എന്താ സെയിൽസ് ഓഫീസർ അല്ലെ SC എന്നൊക്കെ പറഞ്ഞിട്ട് കീവേഡുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്കില്ലും കാര്യങ്ങളും എക്സ്പീരിയൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കണം, അഡ്രസ് ഇത് ഹയറിംഗ് മാനേജർ ഉണ്ട്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഉണ്ട്, സ്റ്റേറ്റ് ഇത് ജോബ് ടൈറ്റിൽ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. നമ്മൾ ഒരു ജോബ് ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. കണ്ടോ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് സ്റ്റേറ്റ് ഇത് ജോബ് ടൈറ്റിൽ, ഷോ enthusiasm and interest in the company role, പിന്നെ ഹൈലൈറ്റ് the relevant skill and experience. കണ്ടോ, അപ്പം ഇങ്ങനെയല്ല നമ്മൾ ഇവിടെ കണ്ട ഈ ലെറ്റർ. അപ്പൊ ഈ ലെറ്റർ ഫോർമാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഫോർമാറ്റ് ഒന്ന് നോക്കി വെക്കുക. എങ്ങനെ അത് എൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്ത് പറയാം. അപ്പം ഈ ഒരു ഇതിന്റെ ബേസിലായിരിക്കും അവരെന്ത് ചെയ്യുക, ആ CV എന്ന് പറയുന്ന അവർ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇത്രയാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഈ യൂണിറ്റിനകത്ത് വരുന്നത് കേട്ടോ. ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ലെറ്റർ ഫോർമാറ്റ് ആണ് നിങ്ങളൊന്ന് നോക്കി വെക്കേണ്ടത്. ലെറ്റർ ഫോർമാറ്റും റെസ്യൂമെ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് 4 വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പൊ ഇതിനകത്തും എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ള ഒരു കോമൺ നോളജ്. അപ്പൊ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും തന്നിരിക്കുന്നത്,
ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ അവിടെ എന്താ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു, പിന്നെന്താ നമ്മൾ കണ്ടത് ടെലിഫോൺ. അതായത് ഇന്റർവ്യൂ എന്ന് പറയുന്ന പല തരത്തിൽ വരും. അതായത് നമ്മൾ ഡയറക്റ്റ് ഒന്ന് ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ആഡ് കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും നമ്മൾ പോകുന്നത്, നമുക്ക് ആദ്യം ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ഉണ്ടായിരിക്കത്തില്ലേ, അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോവാ. അപ്പം അത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ CV പ്രിപ്പറേഷൻ നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് എ സ്ട്രക്ചേർഡ് ഓർ unstructured conversation among a small group of people to exchange ideas, opinions and perspective on a specific topic. അല്ലേ? അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് തരും, അതിനെ പറ്റി ഒരു ചെറിയ ഗ്രൂപ്പില് കുറെ ആൾക്കാർ അവരുടെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പൊ അതെന്തുകൊണ്ട് സ്ട്രക്ചേർഡും വരാം അൺസ്ട്രക്ചേർഡും വരാം. ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും എന്താണ്, ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്, പിന്നെന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ പല തരത്തിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്. അപ്പൊ ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, സ്ട്രക്ചേർഡ്, മോഡറേറ്റഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ആയിരിക്കും എന്ന്. ഇൻഫോർമൽ വരുമ്പോൾ എന്തായിരിക്കാം, സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് അതിനൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റില്ല, ഓപ്പൺ എൻഡഡ് ആയിരിക്കും. അതായത് അവിടെ എന്ത് ടോപ്പിക്കിനെ പറ്റിയും പറയാം, ഇന്ന ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്ത് ടോപ്പിക്കിനെ പറ്റിയുള്ള ഡിസ്കഷൻ അവിടെ നടക്കും. പിന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫോക്കസ്ഡ് ഓൺ എ ജനറേറ്റിംഗ് ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻസ് ആയിരിക്കും അവിടെ വരുന്നത്. പ്രോബ്ലം സോൾവിംഗ് വരുമ്പോൾ എന്തായിരിക്കും, ഫോക്കസ്ഡ് ഓൺ റിസോൾവിംഗ് എ സ്പെസിഫിക് പ്രോബ്ലം ഓർ ഇഷ്യൂ. ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലോ ഫോക്കസ്ഡ് ഓൺ റീച്ചിങ് എ കളക്റ്റീവ് ഡിസിഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത്, ഫോർമലും ഇൻഫോർമലും. ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽസ് എന്തൊക്കെയായിരിക്കാം, ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽസ് വരുന്നത്, ആക്റ്റീവ് ലിസണിങ്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ്, ഓപ്പൺ വിറ്റ്നസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ലീഡർഷിപ്പ് ഒക്കെ ആയിരിക്കും എന്തിന്റെ സ്കിൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽസ് വരുന്നത്. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ റൂൾസ് എങ്ങനെയായിരിക്കും വരുന്നത്, റെസ്പെക്ട് അതേഴ്സ് ഒപ്പീനിയൻ. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോഴേക്കും എന്തായിരിക്കും, അതായത് രണ്ട് തരത്തിലുള്ള പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരാൾ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റൊരാൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓരോ ഒപ്പീനിയൻ പറയുമ്പോൾ അതിനെ ഇപ്പൊ എതിർത്താണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട റെസ്പെക്ട് കൊടുത്തിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അയാളോട് എന്താ ഒരു റെസ്പെക്ട് പുലർത്തി വേണം നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ലിസൺ അറ്റന്റീവ്ലി, പിന്നെ അവോയ്ഡ് ഇന്ററപ്ഷൻസ്, സ്റ്റേ ഓൺ ടോപ്പിക്, അവോയ്ഡ് പേഴ്സണൽ അറ്റാക്സ്, യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്, എൻകറേജ് പാർട്ടിസിപ്പേഷൻ. ഇതൊക്കെയാണ് എന്തിന്റെ റൂള്, ഗ്രൂപ്പ് ഡിസ്കഷന്റെ റൂള്. കോമൺ ഗ്രൂപ്പ് ഡിസ്കഷൻ ടോപ്പിക്സ് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, കോമൺ ആയിട്ടും സോഷ്യൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ പൊളിറ്റിക്സ് വരാം, കൾച്ചറൽ, എൻവയോൺമെന്റൽ കൺസേൺസ്, ബിസിനസ് ആർ എക്കണോമിക്സ് ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ടും വരുന്നത് കേട്ടോ. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത്, ഒന്ന് റൗണ്ട് റോബിൻ, അതായത് ഒരാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി ആയിരിക്കും അത് വരുന്നത്. പിന്നെ ഫ്രീ ഫോൾ ഓർ ഓപ്പൺ ഡിസ്കഷൻ, ആർക്ക് വേണമെങ്കിലും തുടങ്ങാം എന്നുള്ള രീതിക്ക്. അപ്പം നെക്സ്റ്റ് അങ്ങനെ വരുന്നില്ല, അതായത് റൗണ്ട് റോബിൻ രീതിക്ക് വരുന്നില്ല. ചിലപ്പം എങ്ങനെ വരാം, ഒരാളിൽ നിന്ന് തുടങ്ങി നെക്സ്റ്റ് പിന്നെ കറങ്ങി എവിടെ തന്നെ വരും, ഫസ്റ്റ് തുടങ്ങിയ ആളിൽ തന്നെ വരും. അതാണ് റൗണ്ട് റോബിൻ വരുന്നത്. പക്ഷെ ഫ്രീ ഫോൾ വരുമ്പോഴേക്കും എങ്ങനെ ആയിരിക്കും, ഓപ്പൺ ഡിസ്കഷൻ ആയിരിക്കും. ആർക്ക് വേണേലും സ്റ്റാർട്ട് ചെയ്ത് ആർക്ക് വേണേലും എൻഡ് ചെയ്ത് ആർക്ക് വേണേലും കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്ക് വരുമ്പോഴേക്കും എന്തായിരിക്കും, അതെന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ് ഡിസ്കഷൻ ആയിരിക്കും വരുന്നത്. മൈൻഡ് മാപ്പിംഗ് വരുമ്പോഴോ വിഷ്വൽ, അതായത് വിഷ്വൽ ബ്രെയിൻ സ്റ്റോമിംഗ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പം SOT അനാലിസിസ് വരുന്നുണ്ട്, അതിനകത്താണ് ഐഡന്റിഫൈ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, പിന്നെ എന്താണ് ഫോസ്റ്റേഴ്സ് കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക് ഉണ്ട്, ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, പ്രൊമോട്ട് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ്, പിന്നെ എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ്,
ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡൊമിനൻസ് ബൈ എ സിംഗിൾ മെമ്പർ, ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ, കോൺഫ്ലിക്ട് ആൻഡ് ഡിസഗ്രിമെന്റ്, ഡിഫിക്കൽട്ടി സ്റ്റേയിങ് ഓൺ ടോപ്പിക്, ഇൻഎഫക്റ്റീവ് ലീഡർഷിപ്പ്. അതൊക്കെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് മെയിൻ ആയിട്ട് വരിക. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്, ഒരു ഗ്രാമർ സൈഡ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അത് കണക്റ്റീവ്സ് ആ കേട്ടോ. എന്താ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കണക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കണക്റ്റീവ്സിനെ പറ്റി. ജസ്റ്റ് ഒരു മോഡൽ ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം. ഇതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ ജൂൺ 2024, അതായത് തൊട്ട് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിനകത്ത് മോഡൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇപ്പൊ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഫോർമാറ്റ് ഇത് കണ്ടോ, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ബിലോ ഇറ്റ്. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെ, ആദ്യം ഒരു പാസേജ് അതിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇതുണ്ട് പാസേജിനകത്ത് നിന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. പാസേജ് ആദ്യമേ വായിക്കുക, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കണ്ടോ പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഫൈൻഡ് വേർഡ്സ് ഓർ ഫ്രേസസ് ഫ്രം ദി പാസേജ് വിച്ച് മീൻ ദ സെയിം ദ ഫോളോയിങ്. അപ്പം ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അതായത് ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിരിക്കുന്നുണ്ടോ, അതിന്റെ സെയിം മീനിങ് ഉള്ള എന്താ വേർഡുകൾ അല്ലെ ഫ്രേസുകൾ നമ്മൾ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത്. പിന്നെ ഇതുണ്ടോ, ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈ 11 യൂണിറ്റിനകത്ത് നിന്നുള്ള ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ അതേപോലുള്ള കാര്യങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ CV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചോദിക്കുന്നുണ്ടോ. വാല്യൂ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, പിന്നെ ഇതുണ്ടോ പെറിൽസ് ഓഫ് പ്ലജറിസം, നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് വരുന്നത്. പിന്നെ ഇതുണ്ട് റോൾസ് ഓഫ് എത്തിക്സ് ഇൻ എ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. പിന്നെ ഇതുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ്. ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനകത്ത് ആൻ ഓർ എ ഓർ ആന്, ഇതാ, നോ, ആർട്ടിക്കിൾ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴും ഇതേ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഇതുണ്ട് സെന്റൻസ് മേക്കിംഗ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതേണ്ടേ റൈറ്റ് എ ലെറ്റർ. ഇതിപ്പോ നമ്മളിപ്പോ പഠിച്ച കാര്യം. ഇതുണ്ട് റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഷെയറിംഗ് അബൌട്ട് യുവർ ന്യൂ ജോബ് എക്സ്പീരിയൻസ് ഇൻ ആൻ IT കമ്പനി. ഇപ്പൊ നമ്മൾ ജോബ് ആപ്ലിക്കേഷന്റെ ലെറ്റർ ആണ് കണ്ടത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ്, നമ്മൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടുത്തെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിനെ പറ്റി ഫ്രണ്ടിന് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് നമ്മുടെ വർക്ക് എൻവയോൺമെന്റ് എന്താണ്, അതിന്റെ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് യുവർ കമ്പനി, പിന്നെ ഹൗ യു പ്ലാൻ യുവർ കരിയർ ത്രൂ ദിസ് നെക്സ്റ്റ് 5 years, ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതുണ്ട് ഈ കണക്റ്റീവ്സ്, ഇതൊക്കെ എവിടെ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും എല്ലാത്തിനകത്തും ആ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഈ കണക്റ്റീവ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെച്ചാണ് കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് കണക്റ്റീവ്സ് നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണാ കണക്റ്റീവ്സ്? കണക്റ്റീവ്സ് ആർ ഓൾസോ നോൺ ആസ് ലിങ്കിങ് വേർഡ്സ് അല്ലേ. അതായത് സെന്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, കണക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് കണക്റ്റീവ്സ് ആർ ഓൾസോ നോൺ ആസ് എ ലിങ്കിങ് വേർഡ്സ് ഓർ ട്രാൻസിഷൻ വേർഡ്സ് ആർ യൂസ്ഡ് ടു ലിങ്ക് സെന്റൻസ്, പാരഗ്രാഫ് ഓർ ഐഡിയാസ് ടുഗദർ ഷോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. കണ്ടോ, അതായത് കണക്റ്റീവ്സ് എന്ന് പറയുന്ന ലിങ്കിങ് വേർഡ്സ് ആയിരിക്കാം. അതെന്ന് പറയുന്നത് സെന്റൻസുകളെയോ പാരഗ്രാഫിനെയോ ഐഡിയാസിനെയോ റിലേഷൻഷിപ്പുകളെയോ ഒക്കെ കണക്ട് ചെയ്യാൻ അല്ലെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, കണക്റ്റീവ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുതന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്റ്റീവ്സ് നമുക്ക് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്റ്റീവ്സിനകത്ത് എന്തൊക്കെയാണ്? അഡിക്റ്റീവ് കണക്റ്റീവ്സ് ഉണ്ട്, കോൺട്രാസ്റ്റീവ് കണക്റ്റീവ്സ് ഉണ്ട്, കോസ് ആൻഡ് എഫക്റ്റ് കണക്റ്റീവ്സ് ഉണ്ട്, ടൈം കണക്റ്റീവ്സ് ഉണ്ട്, എംപതിക് കണക്റ്റീവ്സ് ഉണ്ട്, എക്സംപ്ലിംഗ് കണക്റ്റീവ്സ് ഉണ്ട്, റീഫോർമുലേറ്റിംഗ് ഉണ്ട്. ഇത്രയും ടൈപ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിനകത്ത് കോമൺ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് തന്നിരിക്കുന്നുണ്ട്. ആൻഡ്, ബട്ട്, ഓർ, സോ, ഹൗ, ദെയർ, ഫോർ, ദിസ്, കോൺസിക്വന്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം
ഫർദർ മോർ, മീൻ വൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ കോമൺ കണക്റ്റീവ്സ് ഇപ്പൊ നമുക്ക് മതി. കോമൺ ആയിട്ടുള്ള കണക്റ്റീവ്സ്, അതായത് നിങ്ങൾക്ക് സാധാരണ ഇതാണ് ചോദിക്കുന്നത്, ഹൗ ഓർ, സോ ഓർ, ബട്ട്, ആൻഡ്, അതിനെ പറ്റിയൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അതാണ് സാധാരണ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ അതൊക്കെ എന്തിനകത്ത് വരുന്നതാണെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം ഇതുണ്ട് അഡിറ്റീവ് കണക്റ്റീവ്സ്, അതായത് ആഡ് ഇൻഫർമേഷൻ. അപ്പൊ ആ കൂട്ടത്തിലാണ് ആൻഡ്, ഓൾസോ, ഫർദർ മോർ, മോർ ഓവർ, അഡീഷണലി എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ അഡിറ്റീവ് കണക്റ്റീവ്സിനകത്ത് വരുന്നതാ. കോൺട്രാസ്റ്റീവിനകത്ത് വരുമ്പോഴേക്കും എന്താണ്, ഷോ കോൺട്രാസ്റ്റ് ആയിരിക്കും വരുന്നത്. അതായത് ബട്ട്, ഹൗവർ, ഓൺ അതർ ഹാൻഡ്, നെവർലെസ്, വേറസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. പിന്നെ കോസ് ആൻഡ് എഫക്റ്റീവ് കണക്റ്റീവ്സ്, അതിനകത്ത് എന്തായിരിക്കും വരുന്നത്, ഷോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ബിക്കോസ്, സിൻസ് അങ്ങനെയൊക്കെ വരത്തില്ല, ദെയർ ഫോർ ഒക്കെ വരുമ്പോഴേക്കും. പിന്നെ ടൈം കണക്റ്റീവ്സ്, അതായത് ഷോ ടൈം റിലേഷൻഷിപ്പ്, ദെൻ, ആഫ്റ്റർ, നെക്സ്റ്റ്, ബിഫോർ, മീൻ വൈൽ അതൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ എംഫാറ്റിക് കണക്റ്റീവ്സ് വരുമ്പോഴേക്കും എന്തായിരിക്കും, എംഫസൈസ് എ പോയിന്റ്, അതായത് ഇൻ ഇറ്റ്, സർട്ടൻലി, അപ്രൂപ്ലി, ക്ലിയർലി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എക്സാംപിളിംഗ് കണക്റ്റീവ്സ് വരുമ്പോഴേക്കും അതായത് പ്രൊവൈഡ് എക്സാമ്പിൾസ് ആയിരിക്കും അവിടെ വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കത്തില്ലേ. പിന്നെ റീഫോർമുലേറ്റിംഗ് കണക്റ്റീവ്സ് വരുമ്പോഴേക്കും അതായത് റീഫ്രൈസ് ഓർ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻ അതർ വേർഡ്സ്, ദാറ്റ് ഈസ്, നെയിംലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയല്ലേ അത്. അതാണ് കണക്റ്റീവ്സ് വരുന്നത്. അപ്പം അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഇതിന്റെ താഴോട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ടു ലിങ്ക് സെന്റൻസ് ഓർ പാരഗ്രാഫ്, ടു ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ്, ടു ക്ലാരിഫൈ ഓർ എംഫസൈസ് പോയിന്റ്, ടു പ്രൊവൈഡ് ട്രാൻസിഷൻസ് ബിറ്റ്വീൻ സെക്ഷൻസ്. അതൊക്കെയാണ് അതിന്റെ യൂസ് പറയുന്നത്. മെയിൻ ആയിട്ട് രണ്ട് സെന്റൻസുകളോ അല്ലെ പാരഗ്രാഫുകളോ ഒക്കെ ലിങ്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ പറഞ്ഞ കണക്റ്റീവ്സിനെ നമ്മൾ യൂസ് ചെയ്യുക. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം ഒന്ന് നോക്കാം കേട്ടോ. ഇതുണ്ട് ഇവിടെ, ഐ ലൈക്ക് റീഡിങ് ബുക്സ് ആൻഡ് ഐ ഓൾസോ എൻജോയ് വാച്ചിങ് മൂവീസ്. അപ്പൊ അത് അഡിറ്റീവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, അവിടെ രണ്ട് സെന്റൻസുകൾ കൊടുത്തിട്ടില്ലേ, അപ്പൊ അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, ആൻഡ് എന്ന് പറയുന്ന കണക്റ്റീവ്സ് ആണ് നമ്മളവിടെ, കണക്ഷൻ ആണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അതായത് അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും, രണ്ട് സെന്റൻസുകൾ അല്ലെ രണ്ട് ക്ലോസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ആൻഡ് യൂസ് ചെയ്യുക. അപ്പം എന്തായിരിക്കാം ഈ ക്ലോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, അവിടെ ഒരു കോമ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, ശരിക്കും എന്താണ്, രണ്ട് സെന്റൻസുകൾ അല്ലെ രണ്ട് ക്ലോസുകളല്ലേ, അങ്ങനെയുള്ള രണ്ട് ക്ലോസ് അല്ലെ രണ്ട് സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പം ഐ ലൈക്ക് റീഡിങ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെന്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഐ ഓൾസോ എൻജോയ് വാച്ചിങ് മൂവീസ്, അതെന്ന് പറയുന്ന അടുത്തതാണ്. അപ്പൊ അത് തമ്മിൽ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക, ആൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്ത് വന്നിരിക്കുന്നത്, ഐ ലൈക്ക് റീഡിങ് ബുക്സ് ആൻഡ് ഐ ഓൾസോ എൻജോയ് വാച്ചിങ് മൂവീസ്. ഓക്കെ, അപ്പൊ അത് എന്തിനകത്ത് വരുന്നതാണെന്നൊന്നും നിങ്ങൾ ഇപ്പൊ തൽക്കാലം നോക്കണ്ട. നിങ്ങൾ എങ്ങനെ ഈ ആൻഡ് അതേപോലെ തന്നെ ബട്ട്, therefore അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം ഒന്ന് നോക്കി വെക്കുക. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്, ഐ വാണ്ടഡ് ടു ഗോ ടു ദ ബീച്ച് ബട്ട് ഇറ്റ് വാസ് റെയിനിങ്. എന്തായിരിക്കും, നമ്മളൊരു റീസൺ പറയാം, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ കണക്ട് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ തമ്മിലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ബട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സെന്റൻസ് അവിടെ മേക്ക് ചെയ്യുന്നത്. പിന്നെ therefore-ന്റെ ഉണ്ട്, then ഉണ്ട്, indeed ഉണ്ട്. അപ്പം ബാക്കി നമുക്ക് നാളെ നോക്കാം കേട്ടോ. അതായത് കണക്റ്റീവ്സിന് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നാളെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ബാക്കി നമുക്ക് നാളെ നോക്കാം. അപ്പം എന്താ ആ ഫ്രേസും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെയും പഠിച്ചത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ടോപ്പിക്കും അതേപോലെ തന്നെ എന്തായിരുന്നു നമ്മൾ ടെൻസ് പഠിച്ചില്ലായിരുന്നു, ആ ടെൻസും പിന്നെ സിവിയും ലെറ്ററും അത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാമേ. അപ്പൊ ഓക്കെ, താങ്ക് യു. എല്ലാവരും അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആവും.